പഠിച്ചത്? ഇന്നലെ എന്റെ ടീച്ചർ പറഞ്ഞാണ്. നമ്മളിപ്പോ എന്തിയാ പഠിക്കുന്നേ? ഞാനും എന്റെ ശരീരവും അല്ലേ? ഞാനും എന്റെ ശരീരം. എല്ലാരും തൊട്ട് കാണിച്ച് നമ്മുടെ ശരീരത്തിന് തൊട്ട് കാണിച്ച്. തല തൊട്ട് തലോളം വരുന്നതാണ് നമ്മുടെ ശരീരം. അപ്പൊ ശരീരത്തിന്റെ പാട്ട് പഠിച്ചിരുന്നല്ല ടീച്ചർ. പാട്ട് പാടി തന്നിട്ട് പാട്ട് പാടി തന്നിട്ട് ഇനിയിപ്പൊ ടീച്ചർ നല്ലൊരു കഥ പറയുന്നേ. ഞാനും എന്റെ ശരീരവും. അപ്പൊ നമ്മുടെ ശരീരത്തിനെ കുറിച്ചിട്ടില്ലേ ഒരു കഥ ടീച്ചർ പറയുന്നേ. അപ്പൊ നമ്മളെ കഥയില് രണ്ടാളുണ്ട്. നമ്മുടെ കഥയില് രണ്ടാളുണ്ട്. ആരല്ല? അപ്പു അമ്മു. കണ്ടുവാ? അപ്പൂനെ അമ്മൂനെയും കണ്ടുവാ? നമ്മുടെ കഥയില് രണ്ടുപേരുണ്ട്. അപ്പു അമ്മു. ഇവര് രണ്ടാളെ വീടും അടുത്തടുത്താണ്. രണ്ടുപേരും നല്ല കൂട്ടുകാർ. ഒരു വീട്ടിലുള്ള ആളല്ല, രണ്ട് വീട്ടിൽ. അപ്പുവിന്റെ വീട് ഇടാ, അമ്മുവിന്റെ വീട് ഇടാ. രണ്ടുപേരും നല്ല കൂട്ടുകാര്. നല്ല കൂട്ടുകാരായിട്ട് എപ്പോഴും അവര് രണ്ടുപേരും എന്താക്കും? കളിക്കും. എവിടെ കളിക്കുന്നവര്? അടുത്തൊരു മാവിന്റെ മരം ഉണ്ട്. കണ്ടുവാ? മാവിന്റെ മരം കണ്ടുവാ? ഈ മാവിന്റെ മരത്തിന്റെ അടുത്ത് വന്നിട്ടാണ് ആര് കളിക്കുന്നേ? ഈ അപ്പു അമ്മു കളിക്കുന്നത്. അങ്ങനെ ഇവിടെ കളിക്കുന്ന സമയത്ത് നമ്മൾ അപ്പുനില്ലേ കളിക്കുമ്പോ ഒരു മിഠായി കിട്ടി. മിഠായി കണ്ടിനെങ്ങ? ഒരു മിഠായി ആർക്ക് കിട്ടി? ആർക്ക് മിഠായി കിട്ടിയേ? അപ്പൂനല്ലേ? അപ്പൂനൊരു മിഠായി കിട്ടി. ഈ അപ്പു കളിക്കുന്ന സമയത്ത് അമ്മു അവിടെ ഉണ്ട്. അമ്മു ഉണ്ട് അപ്പുന്റെ അടുത്ത് തന്നെ ഇപ്പത്തെ ഭാഗത്ത് കളിക്കുന്നുണ്ട്. ഈ അപ്പു മിഠായി വറക്കിയിട്ട് അമ്മുവിനെ കാണാതെ എന്താക്കി? മിഠായി തിന്നു. മിഠായി നിലത്ത് വീണാ പറക്കിട്ടല്ലേ അപ്പു തിന്നത്. അപ്പു മിഠായി തിന്നു. മിഠായി തിന്നുന്നത് ആര് കണ്ടു? നമ്മളെ അമ്മു കണ്ടു. അമ്മു ചോദിച്ചിട്ട് അപ്പു കൊടുത്തിട്ട. അമ്മുവിന് സങ്കടം വന്നു. അപ്പു നമുക്ക് മിഠായി താ അപ്പു എന്ന് പറഞ്ഞിട്ട് അമ്മു കരഞ്ഞു. എന്നിട്ടും അപ്പു മിഠായി കൊടുത്തില്ല. അങ്ങനെ കുറച്ച് സമയം ആടെ വീണ്ടും കളിച്ചു രണ്ടുപേരും. വീണ്ടും കളിക്കുമ്പോ മാവിന്റെ മുകളിൽ എന്തുണ്ട്? മാവിന്റെ മുകളിൽ എന്തുണ്ട്? മാങ്ങ ഉണ്ടല്ലേ? മാങ്ങ നല്ല പഴുത്തിട്ടുണ്ടോ? മാങ്ങ ഈ പഴുത്ത മാങ്ങ താഴെ ഒന്ന് വീണിട്ടുണ്ടോ? ഈ താഴെ വീണ മാങ്ങ ആർക്ക് കിട്ടി? നമ്മളെ അമ്മൂന് കിട്ടി. ആർക്ക് കിട്ടി? നമ്മുടെ അമ്മൂന് കിട്ടി. അത് അപ്പു കണ്ടില്ല. അങ്ങനെ അപ്പു മുട്ടായി കൊടുത്തിട്ടില്ലല്ലോ അമ്മൂന്. അങ്ങനെ എന്താക്കി അറിയാം? അമ്മു എന്താക്കി? വേഗം ആ മാങ്ങ പറക്കിയിട്ട് മാങ്ങനെ കഴിയില്ല. അങ്ങനെ കൈ കഴിയില്ല. അപ്പുനെ നോക്കിയിട്ട് ഈ മാങ്ങ ആര് തിന്നു? ആര് മുട്ടായി കൊടുക്കാത്ത അപ്പു അല്ലേ? അപ്പൊ മാങ്ങ ആര് കൊടുക്കാത്ത അപ്പുന്? അമ്മു അല്ലേ? അങ്ങനെ ഈ അമ്മു ആ മാങ്ങ മുഴുവനും ആര് തിന്നു? അമ്മു തിന്നു. അമ്മു കൈ കഴിവിന? ഇല്ല. അങ്ങനെ പറക്കിട്ട് തിന്നല്ലേ? മാങ്ങയും കഴിയിട്ട കൈയും കഴിയിട്ട. അമ്മു ഈ മാങ്ങനെ ഫുള്ള് അപ്പുന്റെ വീട് നോക്കിയിട്ട് രണ്ടുപേർക്കും രണ്ട് സാധനം തിന്നാൻ കിട്ടിയല്ലേ? അപ്പുന് മിഠായി കിട്ടി, അമ്മുന് മാങ്ങ കിട്ടി. അങ്ങനെ രണ്ടാളും മാങ്ങയും മുട്ടായും തിന്നിട്ട് കുറച്ച് സമയം വീണ്ടും കളിച്ചു. അവിടെ തന്നെ കളിച്ചിട്ട് രണ്ടാളും അവരവരെ വീട്ടിൽ പോയി. അപ്പുവിന്റെ വീട്ടിൽ പോയി, അമ്മുവിന്റെ വീട്ടിലേക്ക് പോയി. രണ്ടാളെ വീട്ടിൽ പോയി. വൈകുന്നേരം ആകുമ്പോ ആര് കരിയുന്ന കേട്ടു? അപ്പുവിന്റെ വീട്ടിലേക്ക് അമ്മ കരിയുന്നു. അമ്മേ എനിക്ക് വയറുവേദനയാണ്, അമ്മോ എനിക്ക് വയറുവേദനയാണ് അമ്മേന്നും പറഞ്ഞിട്ട് ആര് കരഞ്ഞു? നമ്മളെ അമ്മു കരഞ്ഞു അല്ലേ? അമ്മു വയറുവേദന എന്ന് പറഞ്ഞ് കരയുമ്പോ അച്ഛനും അമ്മയും ഓടി വന്ന് നോക്കി. അമ്മുവിനെയും കൊണ്ട് എവിടെ പോയി? എവിടെ പോന്നെ? ഹോസ്പിറ്റലിലേക്ക് പോയി. ഡോക്ടറെ അടുത്ത് പോയി. ഡോക്ടർ ചോദിച്ചു എന്താ അമ്മു കഴിച്ചത്? ഭക്ഷണത്തിൽ വന്നതാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഈ അമ്മു മാങ്ങ കഴിച്ചത് പറഞ്ഞില്ല. ഡോക്ടറെ അടുത്തുനിന്ന് അച്ഛനമ്മയ്ക്കും അറിയില്ലല്ലോ മാങ്ങ കഴിച്ചത്. അച്ഛനമ്മയും പറഞ്ഞു ഭക്ഷണം എന്ത് വേറെ കഴിച്ചിട്ടാ വീട്ടിൽ തന്നെ കഴിച്ചിട്ട് വന്നു. അപ്പൊ ഭക്ഷണത്തില് ഇൻഫെക്ഷൻ ആയത്, അതുകൊണ്ട് സൂചി വെക്കണം എന്ന് പറഞ്ഞു. സൂചി വെച്ചു. സൂചി വെക്കുമ്പോ എന്താക്കി അമ്മു? അയ്യോ വേദനിക്കുന്നെന്നും പറഞ്ഞ് അമ്മു വീണ്ടും കരഞ്ഞു. അങ്ങനെ സൂചി മരുന്നെല്ലാം എടുത്തിട്ട് അമ്മുവിനെ കൂട്ടി അച്ഛനമ്മ വീട്ടിലേക്ക് വന്നു. അങ്ങനെ രാത്രി മരുന്നെല്ലാം കൊടുത്തു. അമ്മുവിന് കുറച്ച് വയറുവേദന കുറയുമ്പോ അതാ നമ്മളെ അപ്പുറത്തെ വീട്ടിലെ അപ്പു പല്ലുവേദന, അമ്മേ എനിക്ക് പല്ല് വേദനിക്കുന്നു, എനിക്ക് പല്ല് വേദനിക്കുന്നു എന്ന് പറഞ്ഞ് ആര് കരയുന്നുണ്ട്? അപ്പു കരയുന്നുണ്ട്. അതാർക്ക് കേട്ടു? അമ്മുവിന് കേട്ടു. അപ്പൊ അപ്പുവിനും കൊണ്ട് ആര് പോയി? അപ്പുവിന്റെ അച്ഛൻ
അച്ഛനമ്മയും ഡോക്ടറെ അടുത്ത് പോയി. എന്തിനു പോയേ? പല്ലുവേദന ആയിട്ടല്ലേ? പല്ലുവേദന ആയിട്ട് ഡോക്ടറെ അടുത്ത് പോയിട്ടാകുമ്പോ ഡോക്ടർ എന്ത് ചോദിച്ചു? എന്താണ് നീ തിന്നത് മോനേന്ന് ചോദിച്ചു. അപ്പൊ അപ്പും പറഞ്ഞിട്ടില്ല മിഠായി തിന്നത് പറഞ്ഞില്ല. അപ്പുവിന്റെ അച്ഛനോടും അമ്മയോടും ഡോക്ടർ പറഞ്ഞു ഭക്ഷണം കഴിച്ചിട്ടാകുമ്പോ രാവിലെയും വൈകുന്നേരം എന്ത് ചെയ്യണം? പല്ല് തേക്കണ്ടേ? ടീച്ചർ പറഞ്ഞിട്ടേ പല്ല് തേക്ക്. അങ്ങനെ പല്ല് തേക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പല്ല് തേക്കണം എന്ന് പറഞ്ഞ് പല്ലിന് വേദനക്ക് ആര് മരുന്ന് കൊടുത്തു? ഡോക്ടർ മരുന്ന് കൊടുത്തു. പല്ല് വേദനയുടെ മരുന്ന് എടുത്തിട്ട് അപ്പു വീട്ടിലേക്ക് വന്നു. രണ്ടുപേർക്കും വേദന ആയില്ലേ? രണ്ടുപേരും വേദന ആയിട്ട് വീട്ടിൽ വന്നതിന് ശേഷമാണ് ഇവരെന്ത് പറഞ്ഞേ? ഞാന് അപ്പു കിട്ടിയ മുട്ടായി കഴിച്ചിരുന്നു പറഞ്ഞു. വേറെ മുട്ടായി കിട്ടിയേ? കഴിക്കാൻ പോയെടുത്തതല്ലേ? അത് പൊടി പറ്റിട്ടുണ്ടാവേ ആ മുട്ടായിക്ക്. മുട്ടായി തിന്നിട്ട് വായി കവീനപ്പു ഇല്ല. മുട്ടായി തിന്നിട്ട് മുട്ടായി എല്ലാം നിന്നു. പല്ലില് പോയി പറ്റി പിടിച്ച് നിന്നു. വൈകുന്നേരം ആകുമ്പക്ക് പല്ലില് ഇതെല്ലാം കൂടി വേദന വന്നു. പല്ല് തേക്കണ്ടേ? അങ്ങനെയാണ് അപ്പുവിന് പല്ല് വേദന വന്നത്. അപ്പുവിന് വയറ് വേദന വന്നെങ്ങനാ? അമ്മ മാങ്ങ തിന്നതായിരുന്നു വർക്കിരി കാട്ടുന്നല്ലേ? ഈ കളിക്കുന്നിടത്തുനിന്ന് വർക്കി തിന്ന മാങ്ങ കഴുകിനാ? അമ്മു ഇല്ല. അമ്മു കൈ കഴുകിനാ? ഇല്ല. അമ്മു അങ്ങനെ പറക്കി തിന്നു. കയ്യിലില്ല മണ്ണ്, മാങ്ങക്കില്ല മണ്ണെല്ലാം എവിടെ പോയി? അമ്മുവിന്റെ വയറില് പോയി. അങ്ങനല്ലേ രണ്ടാക്ക് വേദന വന്നേ? അമ്മുവിന് വയറ് വേദന വന്നു, അപ്പുവിന് പല്ല് വേദന വന്നു. അപ്പൊ നിങ്ങൾ ഇങ്ങനെ കിട്ടിയ സാധനങ്ങൾ അങ്ങനെ തിന്നൂടാ? എന്ത് കിട്ടിയാലും നമ്മ കൈ നല്ല വൃത്തിയായി കഴുകണം. കിട്ടിയ സാധനം നല്ല വൃത്തിയായി കഴുകണം. തിന്നതിന് ശേഷം എന്ത് ചെയ്യണം? പല്ല് വായു പാങ്ങില് തേച്ച് കഴുകി വൃത്തിയാക്കണം. അപ്പൊ നല്ല വൃത്തിയിൽ നിന്നാലല്ലേ നമുക്ക് വേദന ഇല്ലാതിരിക്കൂ. നല്ല വൃത്തിയില് നമ്മുടെ ശരീരം സൂക്ഷിക്കണം. സൂക്ഷിക്കേ? അതിഷ്ടായ നിങ്ങൾക്ക്? വേദന വരുന്ന നമുക്ക് വേദന ഇല്ലാതെ നിൽക്കണം. വേദന ഇല്ലാതെ നിൽക്കണ്ടേ? അപ്പൊ നമ്മള് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം പല്ല് തേക്കണം. നല്ല വൃത്തിയിൽ സോപ്പിട്ടിട്ട് കുളിക്കണം. ഭക്ഷണത്തിന് മുന്തി കൈ വൃത്തിയായി കഴുകണം. ഭക്ഷണം കഴിച്ചിട്ട് വായും കയ്യും വൃത്തിയായി കഴുകണം. ടോയ്ലറ്റിൽ പോയാലോ വൃത്തിയായി കഴുകണ്ടേ? നല്ല വൃത്തിയായി കഴുകി കാര്യം അമ്മയോടെല്ലാം പറഞ്ഞു. നിങ്ങൾ വീട്ടിൽ പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായ കഥ? ഇഷ്ടായില്ലേ? ആരെ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടം? അപ്പുവിനെ അമ്മുവിനെ? അപ്പുവിനെ. മുട്ടായി കൊടുക്കാത്ത അപ്പുവായോണ്ടാ? നിങ്ങൾക്ക് ആരും ഇഷ്ടാ? അമ്മൂന. രണ്ടാളെ ചെയ്തത് തെറ്റല്ലേ? എന്ത് കിട്ടിയാലും നമ്മള് അപ്പുറത്തും ഇപ്പുറത്തും ഇല്ലേ കൂട്ടുകാർക്ക് കൊടുക്കണം അല്ലേ? കിട്ടിയാല് നമ്മ തന്നെ കഴിക്കാൻ പാടില്ല. എന്ത് കിട്ടിയാലും എല്ലാവർക്കും കൊടുക്കണം.